ഞാനിന്ന് പാസ്പോർട്ട് ടെസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗൈനക്കോളജി ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. പിന്നെ നമ്മുടെ സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റും കൂടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ഗർഭാശയം മുതലുള്ള കോശങ്ങളെടുത്ത് പരിശോധിക്കുന്ന ഒരു പരിശോധനാ രീതിയാണിത്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസൊക്കെ ഒരു ഇയർലി അടുപ്പിച്ചൊരു 3 വർഷം ചെയ്യണം. അതിനുശേഷം എവരി 3 ഇയർലി ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസിനോടൊക്കെ നമ്മൾ 2-3 ദിവസം സെക്ഷൽ കോൺടാക്ട് ചെയ്യരുതെന്ന് പറയണം. പിന്നെ നമ്മുടെ വജൈനയ്ക്കകത്ത് ലൂബ്രിക്കൻ ജെല്ലി, പിന്നെ ബിറ്റാഡിൻ്റെ ലോഷൻസ് തുടങ്ങിയൊന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് ഗൈനക്കോളജിയിൽ OP ചെല്ലുമ്പോഴത്തേക്കും ഗൈനക്കോളജിസ്റ്റാണ് ഇത് എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻസിനൊക്കെ നമുക്കൊരു ഡോർസൽ പൊസിഷനിൽ കാല് കുത്തിവെച്ച് കിടക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ അവിടെ സെർവിക്സ് എക്സാമിൻ ചെയ്യണം ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ PB ഒന്നും ചെയ്യരുത്. ഒരു കസ്കോസ് സ്പെക്കുലം വെച്ചിട്ട് സെർവിക്സ് വിഷ്വലൈസ് ചെയ്തിട്ട് അപ്പോൾ സെർവിക്സ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ IS വുഡൻ സ്പാറ്റിൽ എന്ന് വെച്ചൊരു ഉപകരണമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഗർഭാശയം മുതലുള്ള കോശങ്ങൾ നമ്മളിങ്ങനെ 360 ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ സ്പാറ്റുലയുടെ അവിടെ ഈ സ്ക്രൈപ്പിങ്സ്, അതായത് ഈ സ്കോമോക്ലോഗനൽ ജംഗ്ഷനിലെ കോശങ്ങളുണ്ടാവും. ഇത് നമ്മളൊരു സ്ലൈഡ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഈ സ്ലൈഡ് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു ആൽക്കഹോൾ കണ്ടിട്ടുള്ള ജാറിലോട്ട് ഇട്ട് വെക്കും. എന്നിട്ട് ഇത് നമ്മൾ സൈറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് വരുന്നത് നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ. നോർമൽ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള കോശങ്ങൾ കാണും. പിന്നെ അബ്നോർമൽ ആണെങ്കിൽ പല രീതിയിലുള്ള ഗ്രേഡ് ഉണ്ട്. മൈൽഡ് ഡിസ്പ്ലേഷ്യ, മോഡറേറ്റ് ഡിസ്പ്ലേഷ്യ, സിവിയർ ഡിസ്പ്ലേഷ്യ, അല്ലെങ്കിൽ ശരിക്കുള്ള ക്യാൻസർ കോശങ്ങൾ. അപ്പം മൈൽഡ് മോഡറേറ്റ് ഡിസ്പ്ലേഷ്യ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പേഷ്യൻസിനോട് വേറെ അഡീഷണൽ ടെസ്റ്റിനോട് ചെയ്യാൻ പറയും. ലൈക്ക് കോൾപോസ്കോപ്പി അല്ലെങ്കിൽ സെർവിക്കൽ ബയോപ്സി. അപ്പോൾ കോൾപോസ്കോപ്പിയും സെർവിക്കൽ ബയോപ്സിയും ശരിക്കും ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും സെർവിക്കൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഡോക്ടർ പാസ്പോർട്ട് ടെസ്റ്റ് നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ മടിക്കേണ്ട. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു സെർവിക്കൽ ക്യാൻസർ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ്. സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രണ്ടാമത്തെ ഒരു ക്യാൻസറാണ്. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിലൂടെ നമ്മൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സെർവിക്കൽ ക്യാൻസർ നമുക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞാൻ കരുതുന്നു. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.